ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ ഹോം ടൂറാണ്. അപ്പോൾ നമ്മൾ പുട്ടി വർക്ക് ചെയ്തു തുടങ്ങുന്ന സമയത്ത് മുതലേ നമ്മുടെ വീഡിയോയ്ക്കെല്ലാം വരുന്നൊരു കമൻറ്റായിരുന്നു നമുക്ക് ഹോം ടൂർ ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കയറി വരുന്ന ഭാഗമാണിത്. അപ്പോൾ കയറി വരുന്ന ഭാഗത്തിൻ്റെ സൈഡിലായിട്ട് തന്നെ ഞങ്ങളുടെ ചെറിയൊരു പൂന്തോട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലും പൂക്കളുള്ള ചെടിയേക്കാളും കൂടുതൽ ഇലച്ചെടികളാണ് ഇഷ്ടം. അതാണെങ്കിൽ എപ്പോഴും നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ നിൽക്കുമല്ലോ. അപ്പോൾ കൂടുതൽ ഇലച്ചെടികളുടെ കളക്ഷനുണ്ട് നമുക്ക്. അപ്പോൾ നമ്മുടെ ചെടികളൊക്കെയാണ് ഇത് നിൽക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ തന്നെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മുള വെച്ചിട്ട് നമ്മൾ മണി പ്ലാന്റ് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആ കിണറൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മുടെ ആ കിണർ കഴിഞ്ഞ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം എന്ന് പറയുന്നത് നമ്മൾ വൈറലായിട്ടുള്ള വാൾപുട്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഭാഗമാണിത്. അപ്പോൾ നമ്മുടെ കുറഞ്ഞ പൈസയിൽ അല്ലെങ്കിൽ കുറഞ്ഞ ബഡ്ജറ്റിൽ നിന്ന് നമുക്കിത് ഈ ഒരു വാൾപുട്ടി ഡിസൈൻ ചെയ്തെടുക്കാം. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ അകത്തോട്ട് കയറി വരുന്ന ഭാഗം നമ്മുടെ ഒരു കുഞ്ഞു ഹോളാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പ്രത്യേകിച്ച് വർക്കും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ആ കയറി വരുന്ന ഭാഗത്ത്, അതായത് ഇതുകൊണ്ട് ഈ പിങ്ക് കളറിലെ ഭിത്തി കാണുന്ന ഭാഗത്ത് എന്തെങ്കിലും വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. തേക്കിൻ്റെ ഡിസൈൻ ചെയ്യാനാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ ഇനി വേണം നമുക്കിനി ആ വർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ചാനലിൽ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നമ്മുടെ അടുക്കളയിലോട്ടാണ് വരുന്നത്. അടുക്കളയിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, എല്ലാ വീടിൻ്റെ അടുക്കള പോലെ തന്നെ. അവിടെ നമ്മൾ ഡിസൈനും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഹോളിൽ ഇതേപോലെ പ്ലെയിൻ ആയിട്ട് കിടക്കുവാണ്. 2 കോമ്പിനേഷനാണ്, ബ്ലൂവും അതേപോലെ തന്നെ റോസിലുമാണ് നമ്മൾ വോളിലെല്ലാം ചെയ്ത ശേഷം ഹോളിൽ നിന്നിട്ടുള്ള ഫസ്റ്റ് റൂം എന്ന് പറയുന്നത് നമ്മുടെ അനിയൻ്റെ അനിയത്തിയുടെ മുറിയാണ്. അപ്പം ഇതാണ് ഒരു പർപ്പിൾ ഷെയ്ഡും അതേപോലെ തന്നെ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലുമാണ് അവിടുത്തെ റൂമിൻ്റെ വോളിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ആ ഒരു സീലിംഗ് ഫാൻ ഇട്ടാക്കുന്ന ആ വശത്ത് മുകളിൽ വൈറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ വോളിൽ ചെയ്തേക്കുന്ന ഡിസൈൻ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റെൻസിൽ വെച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു ഫ്ലവർ ഹാങ്ങിങ് ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. റെഡ്, ലൈറ്റ് പിങ്ക്, വൈറ്റ്, ഈ ഒരു 3 കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത്. കൂടുതലും നമ്മൾ ഈ ഓരോ റൂമിലും പെയിൻറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ പറയുന്നതിന് കാരണം, നമുക്ക് ഹോം ടൂർ ചെയ്യുമോ എന്ന് ചോദിച്ചതിൻ്റെ പ്രധാന കാരണം എല്ലാവർക്കും ആ വോളിൽ എന്തൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അല്ലാതെ ഇപ്പോൾ കാണിച്ചേക്കുന്നത് നമ്മുടെ അമ്മയുടെ മുറിയാണ്. ഈ മുറിയിലാണ് നമ്മുടെ ബാക്കി എല്ലാ റൂമിലുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ കെട്ടിപ്പൊതിഞ്ഞ് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് പെയിൻറ്റിങ് കഴിഞ്ഞുകൊണ്ട്, കല്യാണ സമയത്താണ് പെയിൻറ്റിങ് കഴിഞ്ഞത് അവരുടെ. അതുകൊണ്ട് നമ്മൾ ആ സമയത്ത് ഏറ്റവും ഫസ്റ്റിലെ പെയിൻറ്റിങ് തുടങ്ങിയത് ഈ ഒരു റൂമിലാണ്. അപ്പോൾ ബാക്കിയുള്ളിടത്തെല്ലാം ഇത് വൃത്തിയാക്കിയതിന് ശേഷം ബാക്കിയുള്ളിടത്ത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവിടുത്തെ എല്ലാം കൂടിയുള്ള കാര്യങ്ങളെല്ലാം കൂടെ കെട്ടിപ്പൊതിഞ്ഞ് നമ്മൾ ഈ റൂമിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും കാണിക്കാൻ പോകുന്നത് നമ്മുടെ സാമ്രാജ്യമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമെന്ന് പറയുന്നത്. അപ്പം ഇവിടെയാണ് നമ്മൾ വാൾപുട്ടിയും വർക്കുകളും അല്ലാത്ത പെയിൻറ്റിങ് വർക്കുകളും നമ്മൾ വരച്ചതേണ്ടി ഇത് നമ്മൾ ചെയ്തിട്ടുള്ളൊരു ആദ്യമായിട്ട് ഡ്രോയിങ് ചെയ്ത് പരീക്ഷണം നടത്തിയൊരു സ്റ്റിക്കർ പോലെ ചെയ്തേക്കുന്ന ഒരു കാര്യമാണ്, വരച്ചതാണ്. അതിനുശേഷം നമ്മൾ ചെയ്തേക്കുന്ന ആ ഒരു ഇവിടെ കോമ്പിനേഷൻ വരുന്നത് വൈറ്റും ബ്ലൂവും ഷെയ്ഡിലാണ് നമ്മൾ വോളിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു ഡിസൈനൊക്കെ, ഈ ഒരു വോൾ ഡിസൈന്, അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ DIY ചെയ്ത ഒരു ഹാങ്ങിങ് പോലെ ചെയ്ത് കിടക്കുന്ന ലീഫ് ഹാങ് ചെയ്ത് കിടക്കുന്ന പോലത്തെയാണ്. ഇനി നമ്മളത് തുടച്ചിട്ട് വേണം അടുത്ത ഡിസൈൻ അവിടെ ചെയ്യാൻ. തുടയ്ക്കാൻ പ്രധാന കാരണം നമുക്ക് പെയിൻറ്റ് അവൈലബിൾ അല്ലായിരുന്നു. മൊത്തത്തിൽ ആ ഭിത്തി കവർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് ഭാഗം മാത്രമാണ് ചെയ്തത്. അപ്പോൾ പിന്നീട് അത് തുടച്ച് കളഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ കംപ്ലീറ്റ് മൊത്തത്തിലുണ്ടായിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നത് കവർ ചെയ്ത് കിടക്കുന്നത് കാണാൻ. അപ്പം ഇവിടെ നമ്മൾ കുറേ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. രണ്ടാമത് പെയിൻറ്റിങ് ചെയ്തപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് പിന്നീട് ഈ ബ്ലൂവും ഗ്രേയും ഷെയ്ഡ് നമ്മുടെ വോളിൽ കൊടുക്കാം. ഗ്രേ എന്ന് പറയുമ്പോൾ ഒരു വൈറ്റുമായിട്ടൊക്കെ സിമിലാരിറ്റി വരുന്നൊരു കളറാണ്. കറക്റ്റ് വൈറ്റ് അല്ല, എന്നാലും ഒരു ഓഫ് വൈറ്റ് പോലത്തെ കളറാണ് നമ്മുടെ വോളിന് കൊടുത്തേക്കുന്ന കോമ്പിനേഷൻ. ബ്ലൂവും അതേപോലെ തന്നെ ഈ ഒരു ഓഫ് വൈറ്റ് കളറുമാണ് കൊടുത്തേക്കട്ടെ. ഇവിടെ മുകളിൽ നമ്മൾ കൊടുത്തേക്കുന്ന കളർ വൈറ്റ് അല്ല, നമ്മൾ ആ തട്ട് ഭാഗത്ത് റെഡ് പോലത്തെ കളറാണ് കൊടുത്തേക്കുന്നത്. റെഡും ഒരു റോസ് കോമ്പിനേഷൻ കൂടെ വരുന്ന അതിൻ്റെ മിക്സഡായിട്ടുള്ളൊരു ഷെയ്ഡാണ്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ ഒരുപാട് റൂമിന് ലൈറ്റ് തോന്നിക്കുന്നില്ല, കുറച്ച് ഡാർക്കായിട്ടുള്ളതാണ് കിടക്കുന്നത്. ഒരു ഡിം ലൈറ്റാണ്, പക്ഷേ നല്ല രസം കേട്ടോ. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു കോമ്പിനേഷൻ വന്നപ്പോൾ. അപ്പോൾ ഈ റൂമിലാണ് നമ്മുടെ കൊലപാതകങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് 4 ചുമറ് മാത്രമേ ഉള്ളായതുകൊണ്ട് നമുക്ക് ലിമിറ്റഡ് ഏരിയ ആണ്. ഒരു വോളിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് വേറെ ഏതെങ്കിലും ഒരു പെയിൻറ്റ് കൊണ്ട് മായ്ച്ചിട്ട് വേണം അടുത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ. അപ്പോൾ പിന്നെ ഇനി അമ്മയുടെ റൂമിലും കൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അവിടെ സെറ്റാക്കണം. പിന്നെ നമ്മുടെ ഹോളിലത്തെ ഒരു വോൾ റെഡിയാക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ റൂമിലൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള വർക്കുകളെന്ന് പറയുന്നത്. ഈ ഒരു പാറ്റേൺ വർക്ക് ഇത് നന്നായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അനിയൻ്റെ കല്യാണത്തിൻ്റെ ആൽബത്തിനകത്തുള്ള ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ ഇത് നല്ല രസമാണ് കാണാൻ. ഒരു അടിപൊളി ലുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ
ആ ഒരു ഫോട്ടോയ്ക്ക് നല്ലൊരു രസം കാണാൻ. അപ്പോൾ നമ്മൾ വീണ്ടും വീഡിയോയിലോട്ട് വന്ന് അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ കാര്യങ്ങൾ തീർന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതാണ് നമ്മുടെ വീട്ടിലോട്ട് കയറി വരുന്ന ഭാഗമെന്ന് പറയുന്നത്. നമുക്കതുണ്ട് ഈ വീടിനോട് കൂടി ചേർന്ന് തന്നെ ഒരു കുഞ്ഞു മിനിയേച്ചർ രൂപം കൂടെ ഇനിയുണ്ട്. കാരണം നമ്മുടെ വീട്ടിനോട് ബാത്റൂമും 2 ബാത്റൂം, അതുപോലെ തന്നെ ഒരു കൊട്ടിൽ, പിന്നെ വേറൊരു റൂം, അതിന് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം, ഇത്രയും കാര്യങ്ങൾ വേണ്ടത് വീടിനോട് ചേർന്ന് ഇപ്പുറത്താണ് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഇറക്കുന്ന സമയത്ത് ജോൽസിനെ കൊണ്ട് നോക്കിപ്പിച്ചപ്പോൾ ഒരുമിച്ചാക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇനി ഇറക്കുമ്പോൾ അങ്ങനെ ഒരുമിച്ച് പറ്റത്തില്ല. അതുകൊണ്ട് കുറച്ച് സ്ഥലം മാറ്റിയിട്ടാണ് ബാക്കി ഇത്രയും കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ സൈഡ് ഭാഗത്ത് വരുന്ന മുറ്റമാണ്. മുറ്റം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതുവരെ ഇത് ഇവിടെ തൂത്തിട്ടില്ലയോ അല്ലെ ആൾതാമസമില്ലയോ. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ ദിവസവും തൂക്കുന്ന മുറ്റമാണ്. പക്ഷേ രാവിലെ നിന്ന് ഉച്ചയാകുമ്പോഴത്തേക്കിനും എന്തേണ്ട ഈ കോലമാവും. കാരണം ഇപ്പോൾ കണിക്കൊന്ന സാധാരണ ഏപ്രിലാണ് വിഷു എങ്കിലും ഇവിടെ ഫെബ്രുവരിക്ക് മുന്നേ കണിക്കൊന്ന പൂത്ത് തുടങ്ങും. അപ്പോൾ കണിക്കൊന്ന ഉണ്ടാകുന്നതനുസരിച്ച് അതിൻ്റെ ഇല ഇങ്ങനെ കൊഴിഞ്ഞു വീണുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് എന്നും നന്നായിട്ട് മുറ്റം തൂക്കാനുള്ള ഇല ഇവിടെ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൈഡിൽ നിന്നിട്ടുള്ള വ്യൂ ആണ്. അപ്പോൾ നമ്മുടെ 2 ഭാഗവും വീടിൻ്റെ ഇവിടെ കാണാൻ പറ്റും. അവിടെയൊക്കെ തൊണ്ടൊക്കെ വെച്ചിട്ടുണ്ട്. മറ്റേത് അവിടെ സൈഡിൽ അങ്ങ് പൊത്താൻപുരയൊക്കെ ഉണ്ട്. അവിടും തൊണ്ടും വിറകൊക്കെയാണ്. പിന്നെ നമ്മുടെ വീടിനോട് ചേർന്ന് ആ സ്റ്റെയറിൻ്റെ താഴെയും വിറകൊക്കെ വെച്ചേക്കുവാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സൈഡിൽ കൂടി നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് വരാം. അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള നമ്മുടെ ഹോം ടൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും കുറച്ച് വർക്കുകളൊക്കെ ചെയ്തിട്ട് നമ്മുടെ അവിടെ നിൽക്കുന്ന ആ കിണറിൽ ഞങ്ങൾക്ക് നല്ലൊരു നോട്ടമുണ്ട് ഇതിലെന്തെങ്കിലും വർക്ക് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ടിൽ ചെയ്തേക്കുന്ന ഡിസൈനായിട്ട് നമ്മുടെ 2 റൂമിൽ ചെയ്തേക്കുന്ന ഡിസൈൻ വർക്കുകളും സ്റ്റെൻസിൽ വെച്ചിട്ട് ചെയ്തതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ എല്ലാം നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിലൊക്കെ കണ്ടില്ലേ നമ്മൾ പുട്ടി വർക്കൊക്കെ ട്രയൽ ചെയ്ത് നോക്കുന്നതാണ് സെറ്റായോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ ഇനി അടുത്ത വിശേഷമായിട്ട് വീണ്ടും കാണാം. അപ്പം ബൈ ബൈ.